ഞാൻ രാവിലെ എണീറ്റപ്പോഴാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ഈ ഒരു അവസ്ഥ ഞാൻ കാണുന്നത്. നോക്കിക്ക്, ഞാൻ പാടത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്നു. അവിടെയൊക്കെ ഇരിക്കുക, ചൂടാൻ കുറേ പിള്ളേരൊക്കെ വരാതിരിക്കുക. പണി ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല എവിടെയൊക്കെയാണ്. ഞാൻ രാവിലെ എണീറ്റപ്പോഴാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ഈ ഒരു അവസ്ഥ ഞാൻ കാണുന്നത്. രാവിലെ എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അവസ്ഥ ഇതാണ് ഗൈസ്, നോക്കിക്ക്. അപ്പം ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ഉള്ളത്. എന്ത് ചെയ്യാനോ, ചെറിയ ഒരു മഴ കുറച്ച് ദിവസത്തെ, എന്നാലും കുഴപ്പമില്ല. എന്നാലും അപ്പോൾ ആ മഴയത്താണ് ഗൈസ് ഇങ്ങനൊരു അവസ്ഥയിൽ എൻ്റെ വീട്ടിൽ വെള്ളം കയറിയത്. നോക്കിയാൽ മൊത്തത്തിൽ. അപ്പോൾ ഇങ്ങനെ പെയ്താൽ എന്ത് ചെയ്യാനാണ് ഗൈസ്? പ്രധാനമായിട്ട് ഇത് ബാധിക്കുന്ന മലയോര പ്രദേശത്ത് താമസിക്കുന്നവർക്കാണ്. അവരുടെ അവസ്ഥ എന്തോ കഷ്ടമാണ് അല്ലേ? അവർ എന്ത് പേടിച്ചാൽ കഴിയണം. നമ്മൾ പറയേണ്ട കാര്യമില്ല. ചൂരൽമല അതൊക്കെ ഉണ്ടായത് അറിയാവുന്നല്ലേ. അപ്പം അതുപോലെ മലയോര പ്രദേശത്തൊക്കെ താമസിക്കുന്നവരുടെ അവസ്ഥ തന്നെ ആലോചിച്ച് എന്തൊരു പേടിച്ചായിരിക്കും. ഇങ്ങനെ ഇവിടെയും വലിയ കുഴപ്പമില്ല, അങ്ങനെ വന്നാലും ഇവിടെ ഇങ്ങനെ വെള്ളം കയറിയപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ അവസ്ഥ എന്നതായിരിക്കും ഗൈസ്. ഞങ്ങളുടെ വലിയ അങ്ങനെ വെള്ളക്കെട്ടില്ലാത്ത സ്ഥലമാണ്. പക്ഷേ ഇങ്ങനെ മഴ ഇങ്ങനെ നിർത്താതെ പെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോഴും നല്ലപോലെ തെളിഞ്ഞിട്ടില്ല, ഇപ്പോഴും മൂടിക്കെട്ടി നിൽക്കുക. ഇതിങ്ങനെ പോലെ എന്ത് ചെയ്യും? ഇത് പ്രളയം തന്നെ ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറണ്ടില്ലായ്മ, കറണ്ട് പവർ കട്ട്, ഇവിടെ തന്നെ പവർ കട്ടായി. പിന്നെ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ, റോഡിലായാലും കുറേ തടസ്സങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. മരങ്ങൾ വീഴുന്നു, അങ്ങനെയുള്ള തടസ്സങ്ങളും ഒക്കെ നമ്മളിപ്പം നിയന്ത്രിച്ച് പോകണം. എന്തൊരവസ്ഥ! നമുക്ക് പുറത്തോട്ടേക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം. നമ്മുടെ പാടത്തും ഇവിടെ പാടങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് നോക്കാം എങ്ങനെയാണ് അവസ്ഥയെന്ന്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പോൾ കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടത്. പെട്ടെന്നാണ് ആ ഒരു മഴയത്തുണ്ടായൊരു വെള്ളം ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി നിർത്താതെ പെയ്താൽ വളരെ കഷ്ടമാണ് എല്ലാവരുടെയും അവസ്ഥ. അപ്പോൾ എന്ത് പറയാണ് ഗൈസ്, ഓരോ അവസ്ഥകളെ ഇത് കണ്ടില്ലേ ഗൈസ്? അതാണ് അവസ്ഥ. ഇവിടെ കപ്പയും വാഴയൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ ഇനി ചീഞ്ഞു പോകത്തേ ഉള്ളൂ. കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു, ചേമ്പ്, അങ്ങനെ കുറച്ച് കൃഷി ഇതൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പം അതിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ? കപ്പയൊക്കെ പോയി. ഇനി വെള്ളം കയറി ഇതൊക്കെ മൊത്തം ചീഞ്ഞു പോകത്തേ ഉള്ളൂ ഈ അവസ്ഥയിൽ. അപ്പോൾ കൃഷിക്കാർക്കും അവർക്കൊക്കെ ഈ പണി കിട്ടിയിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് അവരുടെ ജീവനമാർഗ്ഗം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, കടലിൽ പോകാൻ പറ്റത്തില്ല. ഈ ഒരു ഇതുകൊണ്ട് അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളാണ് ഇപ്പോൾ തരണം ചെയ്യണത് ആൾക്കാർ. അപ്പം വല്ലാത്തൊരു അവസ്ഥയിലാണ്. കണ്ടില്ലേ? ഇതിനും മാത്രം വെള്ളം കണ്ടോ? എന്തൊരവസ്ഥയെന്ന് നോക്കിക്കേ. അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ. അപ്പം ഞാനതാണ് പറഞ്ഞത്, വേറെയുള്ള ഈ കായൽ തീരങ്ങളിലും കടൽത്തീരങ്ങളിലൊക്കെ താമസിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. അവരുടെ അവസ്ഥ എന്തൊരു അവസ്ഥ! ഒരു പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റുന്ന, ഭക്ഷണം പോലും മേടിക്കാൻ പറ്റുക, കടയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥകളായിരിക്കും കൂടുതൽ. അപ്പം ഇതൊന്നും വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ഭയങ്കര വലുതാണ്. അങ്ങനെ വെള്ളം കയറി ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം അവരൊക്കെ സൂക്ഷിക്കുക. ആരും അങ്ങനെ ഒരുപാട് പുറത്തോട്ടൊന്നും ഇറങ്ങി അങ്ങനെ നടക്കാതിരിക്കുക. കാരണം അറിയാൻ പറ്റത്തില്ല നമുക്ക്. അതായത് നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ അവസ്ഥ കാണുമ്പോൾ അറിയാം. അപ്പം ഇങ്ങനെ മഴ നിർത്താതെ പെയ്താൽ ഭയങ്കര ഒരു പണിയാണ്. പ്രളയം തന്നെ ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ നിർത്താതെ ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. ഇനി എപ്പം മാറുമെന്നറിയാമല്ലോ. പ്രകൃതിയുടെ കാര്യങ്ങളല്ലേ ഇപ്പം മാറിക്കൊണ്ടിരിക്കുക. നമുക്ക് വിചാരിക്കണ പോലെ അല്ലല്ലോ പ്രകൃതിയുടെ കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെ പെയ്താൽ വീണ്ടും സൂക്ഷിക്കേണ്ടതാണ്. അപ്പം അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഗൈസ്. ഞാനപ്പം ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പം എൻ്റെ വീട്ടിൽ ഇങ്ങനൊരു അവസ്ഥയാണെങ്കിൽ അതാണ് ഞാൻ പറയാൻ കാര്യം. മറ്റുള്ളവർ അവിടെ എന്തായിരിക്കും? ഇതുപോലെ ജീവിക്കണവർ, ഈ വെള്ളക്കെട്ടൊക്കെ ഉള്ള അവിടെ ജീവിക്കണവർ, കുട്ടനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ
പിന്നെ നമ്മുടെ മലയോര പ്രദേശങ്ങൾ, ഈ ചൂരൽമല പോലുള്ള അവിടെയൊക്കെ ജീവിക്കുന്നവരുടെ അവസ്ഥ എന്നായിരിക്കും? ഓരോരോ സെക്കൻഡിലും അവർ പേടിച്ചാണ് ജീവിക്കുന്നത്. കാരണം അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ. അതുകൊണ്ട് ഏത് നിമിഷവും ഇതുണ്ടാകാം. അത് പറയേണ്ട കാര്യം, രാത്രി കിടന്നുറങ്ങിയപ്പോഴാണ് ആ ചൂരൽമല ആ ഒരു മണ്ണിടിച്ചിലുണ്ടായത്. അപ്പം എങ്ങനെ ഒരു ജനങ്ങളും ഓരോ കുഞ്ഞുങ്ങളായാലും എല്ലാവരും ഉണ്ടാവുമല്ലോ, കൊച്ചു പിള്ളേരുൾപ്പെടെയും കാണണമല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഓരോ സെക്കൻഡും പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ് അങ്ങനത്തെ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സെക്കൻഡിലും എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ. അതാണ് ഞാനിപ്പോൾ എടുത്തത് ഗൈസ് വീഡിയോ ആയിട്ട്. ഇതൊക്കെ എൻ്റെ വീടിൻ്റെ അവസ്ഥ. നമുക്കൊന്ന് വേണമെങ്കിൽ പുറത്തോട്ട് നമുക്ക് നമ്മുടെ പാടശേഖരങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോഴേ അതിൻ്റെ അവസ്ഥ പുറത്തോട്ടിറങ്ങിയാൽ നമുക്ക് ഭീകരത നമുക്ക് തീർച്ചയായും മനസ്സിലാകും. വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണെങ്കിൽ പാടശേഖരങ്ങളിൽ എന്തായിരിക്കും എന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഞാൻ ദേ പാടത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അവസ്ഥ കേട്ടോ. ഞങ്ങളുടെ ഇതൊന്നും നേരത്തെ കണ്ടാൽ ഇപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലായില്ലേ, ഇത് മൊത്തം കുഴിയാണ്. അവിടെയൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്നു. അവിടെയൊക്കെ മറ്റേ സുജിത്ത് എന്ന് പറയുന്ന അവിടെയൊക്കെ നോക്കണ്ട. ഇത് അറിയാൻ പാടാത്തവർ പെട്ടെന്ന് വന്നാലും മനസ്സിലാകത്തില്ല. നല്ല മഴയുണ്ട് ഗൈസ്. അങ്ങനെ അറിയാൻ പറ്റാത്ത ആൾക്കാരൊക്കെ വന്നാൽ പണിയാണ് ഇവിടെ. എവിടെയാണ് വെള്ളക്കെട്ടുള്ളത്, എവിടെയാണ് കുഴിയുള്ളത്, അവിടെയൊക്കെ കുളമുണ്ട്. അവിടെയൊക്കെ നിൽക്കണം അവിടെയൊക്കെ. അപ്പം ഇത് മൊത്തം ഒരുമിച്ച് കിടക്കണോണ്ടേ മാക്സിമം ഇങ്ങനെ സ്ഥലങ്ങളിൽ ആരും വരാതിരിക്കുക. ചൂടാൻ കുറേ പിള്ളേരൊക്കെ വരാതിരിക്കുക. പണി ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല എവിടെയൊക്കെയാണ് കുഴിയുള്ളതെന്ന്. കണ്ട് എല്ലായിടത്തും ഒരുപോലെയാണ് കിടക്കുന്നത്. ഇത് കണ്ടോ, ഇത് മൊത്തം പാടാണ്. കൃഷി ചെയ്യണ സ്ഥലമൊക്കെയാണ് അവിടെയൊക്കെ മൊത്തം മുങ്ങി. ഈ വന്ന വഴിയൊക്കെ വീടിൻ്റെയൊക്കെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. കുറച്ച് വീട്ടിലൊക്കെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ്. അതാണ് ഞാൻ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാലേ കറക്റ്റ് ഭീകരത നമുക്ക് മനസ്സിലാകത്തുള്ളല്ലോ. അതുകൊണ്ടങ്ങനെ വന്നതാണ്. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ അമ്പാടിയും അവനെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ച്. എന്നാണ് അങ്ങനെ കാണിക്കാമെന്ന് വെച്ച് ഗൈസ്. അതേ നല്ല മഴ പെയ്തു. അപ്പോൾ ഞങ്ങൾ പോട്ടെ, വാ. അങ്ങനെ നിൽക്കുന്ന കഴിച്ചിട്ടുണ്ടല്ലേ, നല്ല മഴയും കണ്ടോ, മൊത്തത്തിൽ മുങ്ങിക്കിടക്കുവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കൊണ്ട് കാണിക്കാമെന്ന് വെച്ചത് അവസ്ഥ. അപ്പോൾ ശരി ഗൈസ്.